അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ആ റിലീസിൻ്റെ ഭാഗമായിട്ടേ എന്തോ പ്രശ്നമൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ എന്തോ സിനിമ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് അറിഞ്ഞത്. അപ്പം നമ്മുടെ ഇവിടെയും എന്തോ പ്രശ്നമായിട്ടുണ്ട് ഗൈസ്. ഞാനൊരു 9 മണി ഷോ ആയിരുന്നു നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അതിപ്പം 9 മണിക്ക് ഷോ ക്യാൻസലാക്കിയെന്ന് അറിഞ്ഞു. അപ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുവാണ്. ഇപ്പം എന്താവും എന്തോ അറിയത്തില്ല. അപ്പം അങ്ങനെ നിൽക്കണം ഗൈസ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് അവിടുത്തെ അവസ്ഥയും. അപ്പം അങ്ങനത്തെ ഒരു പണി കിട്ടി നിൽക്കുവാണ്. അപ്പം എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് തമിഴ്നാട്ടിൽ. ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട്ടിലൊക്കെ സിനിമ ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക തിയേറ്ററിലെ കളി. ഞാൻ ഇന്നലെ അറിഞ്ഞായിരുന്നു ഇതിനെ പോലെ. ഞാനൊരു വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കും, പക്ഷേ അത് ചെറിയ പ്രശ്നമായി കഴിച്ചത്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ സിനിമയൊക്കെ ബ്ലോക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. സിനിമയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താവോ എന്തോ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കാണ് ഗൈസ്. ഇനി പടം കാണാൻ പറ്റുമോ, ഇനി ഞങ്ങളെന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യുമോ തിയേറ്ററുകാർ? എനിക്കറിയില്ല ഗൈസ്, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ ഷോ ഇപ്പം 9 മണി മാറ്റി വെച്ചാലും ബാക്കി ആ ഷോയ്ക്ക് കയറായിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നും അറിയത്തില്ല. അപ്പം എന്താണ് അവരുടെ തീരുമാനമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ നമുക്ക് നോക്കാൻ കഴിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കാണാം എന്താണ് അവസ്ഥയുണ്ട്. ശരി ഗൈസ്. ഞാൻ തിയേറ്ററിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പടത്തിൻ്റെ കാര്യം 12 മണിക്ക് പറയണം. പക്ഷേ 12 മണിക്ക് പടം ഇടുവാന്ന് സംശയമാണ്. അപ്പം അങ്ങനെ നിൽക്കുകയാണ് കഴിച്ച്. ഇനി എങ്ങനെ അറിയത്തില്ല, ഇച്ചിരി വിഷയമുണ്ട് പടത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളവിടെ തിയേറ്ററിൽ നിന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം വിളിക്കാമെന്ന് പറഞ്ഞു, പടത്തിന് തുടങ്ങിയ ആൾക്കാരെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കഴിച്ച് ഞങ്ങളത് പടം അപ്പം 6 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സലീമിക്കൻ്റെ ബിരിയാണി കടയിൽ ബിരിയാണി കഴിക്കാൻ. അപ്പം 6 മണിക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടാണ് വിചാരിച്ചത്. സലീമിക്കൻ്റെ ബിരിയാണി കട നിൽക്കുന്ന കേസ്. പടം 6 മണിക്കൊക്കെ ഇറങ്ങത്തുള്ളൂ. 6 മണിക്ക് പടം ഇറങ്ങത്തുള്ളൂ കേസ്. അപ്പം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പം വീട്ടിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ബിരിയാണി കഴിച്ച് നൈസായിട്ട് പടത്തിന് കയറുന്ന പരിപാടിയാണ്. ഭയങ്കര ലാഗാണ് കേസ്. അപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ടിരുന്നത് കേസ്. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചത് ഞങ്ങൾ ഇറങ്ങി. അപ്പം എൻ്റെ കൂട്ടുകാരൻ BA വർക്കാണ്. അപ്പം അവനോട് പിന്നെ അവൻ്റെ കൂടെ ഞാൻ കളച്ചിന് പോകാമെന്ന് വെച്ചു. എന്തായാലും പടം 6 മണിയൊക്കെ ആവും. അതുകൊണ്ട് കളച്ചിന് പോയി നടന്ന് ബിരിയാണി കഴിച്ചിറങ്ങി. അപ്പം അതൊക്കെ പോയിട്ട് പടം ഏകദേശം പടത്തിൻ്റെ സമയമാവും. അപ്പം അങ്ങനെ നിൽക്കുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ ചേർത്തലത്തിൽ നിൽക്കുവാണ്. വേറെ പരിപാടി, വേറെ രക്ഷയില്ലല്ലോ. അപ്പം അവനുമായിട്ടുള്ള കളച്ചിന് പോകാനായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു സിനിമക്ക് വന്ന ഞാനാണിപ്പം എൻ്റെ ഒരു കൂട്ടുകാരുടെ സിമ്മിൻ്റെ പരിപാടി കിടക്കും. അങ്ങനെ ഒരു സിം കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പം കൊടുക്കണം, സിം കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇറങ്ങി. അപ്പം ഞാനോട്ട് ഇതിൻ്റെ കൂടെ സിമ്മിൻ്റെ പരിപാടിക്ക് പോകുന്നു. സിനിമ എപ്പോൾ ഇറങ്ങുമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ആർക്കും ഒരു പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നു ഗൈസ്. അപ്പം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നു. കുഴപ്പമില്ല. ഇപ്പം അവൻ്റെ കൂടെ ഇങ്ങനെ വണ്ടി കയറി ഇരുന്ന് പോയാൽ മതി. ലൊക്കേഷനൊക്കെ നോക്കി ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെ നിൽക്കുവാണ്. ഓക്കെ ഗൈസ്. പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടി. അപ്രത്യക്ഷമായി കിട്ടുന്ന കാഴ്ചകൾ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ല ഗൈസ്. അപ്രത്യക്ഷമായി കിട്ടുന്ന കാഴ്ചകളും പല കാര്യങ്ങളൊക്കെ. നൈസ് വ്യൂ കണ്ടില്ലേ? ഒരു പാലം, ചെറിയൊരു പെട്ടിക്കട ഇവിടെയിട്ട്
കണ്ട കൊള്ളാം ഗൈസ്, നല്ല വ്യൂ സെറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ തിയേറ്ററിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മണിയാകാറായിട്ട് സിനിമ ഇനി നാളത്തേക്കൊക്കെ കാണത്തുള്ളൂ. ഞാൻ തിയേറ്ററിൽ നിൽക്കുവാണ്. ഇപ്പോഴും പടത്തിന് ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്ത് ചെയ്യാനാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോൾ. ആദ്യമായിട്ടാണ് സൂര്യാണൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. ഇല്ലാത്ത അവസ്ഥയിലാണ് ഗൈസ്. നാളെയും അറിയട്ടെ, നാളെ ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ